നമ്മുടെ ഇന്നത്തെ യാത്ര ട്രിവാൻഡ്രം ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനായ പൊന്മുടി ഹിൽ സ്റ്റേഷനിലേക്കാണ്. കയറി വന്ന ടൈമിൽ നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. 22ഓളം ഹെയർ പിന്നുകൾ താണ്ടി വേണം നമുക്ക് ഹിൽ സ്റ്റേഷൻ്റെ ടോപ്പിലേക്ക് എത്തിച്ചേരുവാൻ. അവിടെ എത്തിച്ചേരുമ്പോൾ മാത്രമല്ല, പോകുന്ന വഴികളിൽ ഒരുപാട് അടിപൊളി കിടിലം വ്യൂ പോയിന്റുകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ പൊന്മുടി. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3600 അടി ഉയരെയാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാലാവസ്ഥ വർഷത്തിൽ മിക്കവാറും എല്ലാ സമയവും കോടമഞ്ഞും തണുപ്പുമായിരിക്കും. പക്ഷെ നമുക്കൊരിക്കലും ഇവിടുത്തെ ക്ലൈമറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കയറി വന്ന ടൈമിൽ ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് അടിപൊളിയായിട്ട് വ്യൂസൊക്കെ കാണാൻ പറ്റുന്ന നല്ല തെളിഞ്ഞൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിലും അവിടെയും ഇവിടെയുമായിട്ടൊക്കെ നമുക്ക് കോടമഞ്ഞിൻ്റെ സാന്നിധ്യം അറിയാൻ സാധിക്കും. നമ്മൾ പൊന്മുടിയിലേക്ക് എപ്പോൾ വന്നു കഴിഞ്ഞാലും കോടമഞ്ഞ് കാണാതെ തിരിച്ച് മടങ്ങേണ്ടി വരില്ല. ഇതെല്ലാം തന്നെയാവാം പൊന്മുടിയെ യാത്രക്കാരുടെ പ്രിയപ്പെട്ട സഞ്ചാര കേന്ദ്രമായി മാറ്റുന്നതും. ചെറിയൊരു കഫറ്റീരിയയും റെസ്റ്റ് റൂമൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഉള്ളൊരു മിനി തിയേറ്ററും ഒരു എക്കോ ഷോപ്പും ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് സൈക്കിൾസൊക്കെ റെൻറ്റിന് അവൈലബിൾ ആണ്. മാത്രമല്ല ചെറിയൊരു ഡൈനിങ് സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ തണുപ്പത്ത് ചെറിയൊരു കട്ടനൊക്കെ അടിച്ച് ഈ വ്യൂ എല്ലാം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. നമുക്കിവിടെ പൊന്മുടിയിൽ കുറച്ച് ട്രെക്കിംഗ് പാക്കേജസ് ഒക്കെ അവൈലബിൾ ആണ്. പൊന്മുടിയിൽ നിന്നും തിരിച്ചു പോകുന്ന ലാസ്റ്റ് KSRTC ബസ്സാണ് നമ്മൾ ഈ കാണുന്നത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഇങ്ങോട്ടേക്കുള്ള എൻട്രി ടൈം. ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 40 രൂപയാണ്. അതുപോലെ 4 വീലേഴ്സിന് 40 രൂപയും 2 വീലേഴ്സിന് 20 രൂപയുമാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പൊന്മുടിയിലെ വിശേഷങ്ങൾ. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം.